നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു.ഡി.എഫിന് മുൻകൈ ഉണ്ടാകുമെന്നാണ് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വടകര യു.ഡി.എഫിന് ഒട്ടും മേൽക്കൈ ലഭിക്കില്ല എന്നുള്ളത് ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. അതായത് വടകര മണ്ഡലത്തിൽ LDF വൻ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് ഞായറാഴ്ച സർവേ ഫലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ സർവേകളിലും ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോളിംഗിലെ പ്രവചനത്തിൽ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് LDFിൻ്റെ KK ശൈലജ തന്നെയാണ് വടകരയിൽ വിജയിക്കാൻ പോകുന്നത്. കാരണം സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി മാറി വന്നപ്പോൾ UDFിൻ്റെ വോട്ട് വിഹിതം 10% ഇടിഞ്ഞുവെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ BJPക്ക് കുറച്ച് വോട്ടുകൾ പോവുകയും UDFിന് അത് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും സർവേ വിലയിരുത്തുന്നുണ്ട്. പ്രചാരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആർക്കാണ് നേട്ടമായി വന്നിരിക്കുന്നത് എന്നുള്ളത് പാർട്ടികൾ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. 41.56% പേർ LDFിന് വോട്ട് ചെയ്തുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അതേസമയം UDFിൻ്റെ വോട്ട് ശതമാനം 39.65% കുറയുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ വോട്ട് ശതമാനം 17% മുകളിലാണ് എത്തിയിരിക്കുന്നത്. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 1.91% മാത്രമാണ്. BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതാണ് ഇവിടെ UDFിന് തിരിച്ചടിയായത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളാണ് എക്സിറ്റ് പോളിൽ UDF ഉറപ്പിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിച്ച് കയറുക എന്നാണ് പ്രവചനം വ്യക്തമാക്കുന്നത്. പിന്നെ ഇതെല്ലാം പ്രവചനങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. പ്രവചിച്ചത് അതേപടി നടക്കാൻ യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണ് നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. വടകര കഴിഞ്ഞാൽ പാലക്കാടാണ് LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കാൻ പോകുന്ന മറ്റൊരു മണ്ഡലം. 1.14% വോട്ട് വിഹിതത്തിൻ്റെ വ്യത്യാസത്തിലാണ് VK ശ്രീകണ്ഠനെ വിജയരാഘവൻ വീഴ്ത്താൻ പോകുന്നത്. ആലത്തൂരിൽ K രാധാകൃഷ്ണനും രമ്യ ഹരിദാസും 41% വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. മണ്ഡലം എവിടേക്ക് വേണമെങ്കിലും മാറി മറിയുമെന്ന സാഹചര്യവും കാണുന്നുണ്ട്. എക്സിറ്റ് പോൾ പ്രകാരം 40.96% ആളുകളും UDFിന് വോട്ട് ചെയ്തുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 40.54% LDFിനൊപ്പം നിന്നുവെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 17.49% വോട്ട് BJPക്കാണ് ലഭിക്കുന്നത്. കേരളത്തിൽ LDFിന് 35.09% വോട്ടും UDFിന് 42.46% വോട്ടും NDA 18.64% വോട്ടും ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും സർവേ ഫലത്തെ മറികടന്നുകൊണ്ട് LDF തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസം ഇടതു മുന്നണിക്കുണ്ട്. ഏതാനും മണിക്കൂറിനുള്ളിൽ നമുക്കത് അറിയാനും സാധിക്കും.